പിന്നെ സേവി. കൂട്ടത്തിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ മനസ്സിന്റെ ഉടമ, ഒന്നിലും തൃപ്തനല്ലാത്ത ഒരാൾ. ഞങ്ങളെ പ്രായം കൊണ്ട് കോളേജ് സ്റ്റുഡൻസ് എന്ന് കരുതാൻ കഴിയില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. സുജേ, എൻ്റെ പ്രണയത്തിൻ്റെ പനിനീർ പൂവുകൾ ചേർത്ത് വെച്ച വസന്തമാണ് നീ. ആഹാ, കവിതയുടെ ആദ്യ 2 ലൈൻസ് കേട്ടിട്ട് സുജ ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ കാൽവിരൽ കൊണ്ട് നിലത്തൊരു ചേന വരയ്ക്കായിരുന്നു ചേട്ടാ. ആണോ? അത് കഴിഞ്ഞില്ല. സുമേ, സുജേ, കവിത തീർന്നില്ല. എന്തു പറ്റിയതാ? മരത്തിന്ന് വീണതാ സാറ്. മരത്തിന് എത്ര ഉയരമുണ്ടായിരുന്നു? ഒരു 10-15 അടി ഉയരം കാണും സാറേ. ഇയാള് മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ, ഇല്ല. അപ്പൊ താനായിരിക്കും മദ്യപിച്ചിരിക്കണം അല്ലേ? അങ്ങോട്ട് മാറിക്കിടും. സിസ്റ്റർ, ആദ്യം പോയിട്ട് എക്സ്റേ എടുത്തിട്ട് വാ. ശരി ഡോക്ടർ. ചെല്ല്. പ്രോട്ടോകോൾ ഉണ്ട്, അതനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്റേ വരുമ്പോഴേക്കും രോഗി മരിച്ചു പോയില്ലേ സാറേ? എക്സ്റേ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഈ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. എന്നാ താൻ ആദ്യം അത് ചെയ്യും. ദേവി, എന്താ കേസ്? എന്താ പറ്റിയ? ഒന്ന് നോക്ക് ഡോക്ടർ, ഇല്ലെങ്കിൽ ചത്തു. ഞാൻ നോക്കട്ടെ. പേടിക്കണ്ട ചേട്ടാ. നോക്ക് ഡോക്ടർ. Sister, it is tension pneumothorax. Get me a 20cc syringe and 8-inch needle immediately. ഓക്കെ സർ. ഒരുപാട് നന്ദി ഡോക്ടർ. എന്താണ് ഇവിടെ ആൾക്കൂട്ടം? ഒന്ന് മാറിക്കേ. നീ നോക്കോ, ഞാൻ വന്നേക്കാം. പ്ലീസ്. കഴിഞ്ഞോ? Yes, sir. ഗുഡ് ജോബ് അലക്സ്. Thank you, sir. ഇയാളെ മൈനർ റോറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അറേഞ്ച് ഫോർ ICD. ഷിഫ്റ്റ്. സേവി, ഇതുപോലത്തെ ഡെസ്പറേറ്റ് ടൈമില് കുറച്ച് കോമൺ സെൻസ് ആകാം കേട്ടോ. ഇഡിയറ്റ്. എടാ, നീ പ്രോട്ടോകോള് ഫോളോ ചെയ്തു, അത്രേ ഉള്ളൂ. ഇതും അവൻ്റെ ചീപ്പ് ഷൈനിങ്. അത് പോട്ടെ. പതിനെട്ട് റൺസ് എടുത്ത് കണക്കാക്കണ്ട. അരവിന്ദ് ഡിസിൽവ ശ്രീലങ്കയുടെ ഫ്യൂച്ചറിലെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ്. എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ കണ്ടോ? അലക്സാണ്ടർ Sir. താൻ കോളിസിസ്റ്റക്ടമി ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? No, sir. ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി, മിസ്സാക്കണ്ട. കോക്കറിൻ സെഷൻ ആണ്. സോ റൈറ്റ് ഹൈപ്പോകോൺട്രിയം അനാട്ടമി നോക്കി വെച്ചോളൂ കടാവറിൽ. Okay, sir. ആൻഡ് അനാട്ടമി ഡിസെക്ഷനാണ് ഞാൻ വിളിച്ചു പറഞ്ഞോളൂ. Thank you. ഇത് എച്ചോടി ഞങ്ങൾക്ക് പഠിക്കാൻ തന്ന കടാവറ. ഞങ്ങൾക്ക് 10 പേർക്ക് കൂടിയിട്ട് ആകെ ഒരു കടാവറേ ഉള്ളൂ. അതിൽ തന്നെ എല്ലാവർക്കും കത്തി വെക്കാൻ പോലുള്ള സ്ഥലമില്ല. ഞങ്ങളുടെ കടാവറ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഡോക്ടർ. Excuse me, hello. എനിക്ക് അടുത്ത ദിവസം സർജറി ഉള്ളതാണ്, കോളിസിസ്റ്റക്ടമി. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് കെടാവർ കിട്ടിയേ പറ്റൂ. എന്നോട് HOD എന്തൊക്കെ പറഞ്ഞാലും പറ്റില്ല ഡോക്ടർ. ഇത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ അലോക്കേറ്റഡ് ടൈമാണ്. യു മേ പ്ലീസ് ലീവ് ആൻഡ് കം ബാക്ക് ലേറ്റർ. നമ്മളിവിടെ പറഞ്ഞു നിർത്തി. ഇതെവിടെ ഡോക്ടർ ഇതുവരെ പോയില്ലേ? അന്ന് ആ ജീവനില്ലാത്ത ശരീരങ്ങളെ സാക്ഷി നിർത്തി എൻ്റെ ആദ്യ പ്രണയത്തിന് ജീവൻ വെച്ചു. ജീവിതത്തിൽ ആദ്യമായി ഒരു പെണ്ണിന്റെ മുഖം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. I felt that we are connected. മുസ്ലിം, നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? എടാ, എനിക്ക് അവളെ ഇഷ്ടമാണെന്നും ഞാൻ അവളുടെ പുറകെ നടക്കുവാണെന്നും എല്ലാം അവനറിയാം. എന്നിട്ടാണ് അവൻ ഈ പരിപാടി കാണിക്കുന്നത്. പ്രേമത്തിന് നിയമം വല്ലതും ഉണ്ടോ ശിവ? ഇഷ്ടമുള്ളവർ പ്രേമിക്കും. നീ ഒരു PG സ്റ്റുഡൻ്റ് ആണ്, അതിൻ്റെ ഒരു മിനിമം സ്റ്റാൻഡേർഡെങ്കിലും കാണിക്കടേ. അതെടാ, ഞാൻ ഓട് വിളിച്ച് ക്ലാസ്സിൽ കയറിയതാണല്ലോ. കൂടെ ദേവനും. സേവി, സ്റ്റാഫ് ഇല്ല. എമർജൻസി ആയിട്ട് ഹെർണിയ പേഷ്യന്റ് സർജറി ഉണ്ട്. ആ ഗ്രോയിൻ ആൻഡ് അബ്ഡോമിനൽ നന്നായി ഷേവ് ചെയ്യണം. പ്ലീസ് കം ടു ദ പ്രെപ്പ് റൂം. ചെല്ലടാ, പോയി ചെരച്ചു കൊടുക്ക്. മേജർ സർജറി മൊത്തം അവന്.
നമുക്ക് തുന്നിക്കെട്ടും ചെരപ്പും. വെളിച്ചമില്ലാത്ത സമയത്ത് സ്റ്റിച്ച് ഇട്ടത് പാളിയ സാർ എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയാം. സ്റ്റിച്ച് ഇട്ടത് സാറ് പിറ്റേന്ന് വന്ന് കണ്ടതല്ലേ, അതാരേലും പറയണോ? എടാ ചില ആളുകൾക്ക് സർജിക്കൽ സ്കിൽ ഇത്തിരി കുറവാകും. അതിപ്പോൾ ഇത്ര വലിയ ഇഷ്യൂ ആക്കണം അല്ലേ ദേവി? ആ சரி கொஞ்சம் போட்டு பாடுறா. വേണ്ട. ஏன்டா ஒரு மாதிரியா இருக்க? என்னடா ஆச்சு உனக்கு? ഇവിടുന്ന് ഹെർണിയ പേഷ്യന്റ് സുന മുറിക്കണ്ടായിരുന്നു അത്രേ. സാറ് കണ്ടത് പോട്ടെ, കൂടെ അലക്സാണ്ടർ തെണ്ടി ഉണ്ടായിരുന്നില്ലേ? കോണാത്തിലെ ഷേവിംഗ് സെറ്റ് കാരണ. A bad carpenter always quarrel with his tools. சரி எங்கடா போற? Alexander, tomorrow there is a Whipple surgery. You go and ask OT staff to arrange for the Lawrence retractor. Stephen, come let's go to ward 15. സിസ്റ്ററെ, താനെന്താണോ ഇപ്പൊ ഇവിടെ? എന്തുപറ്റി? അകത്ത് അത് സെൽവ, അലക്സ്, I can explain. അപ്പൊ ഇതാണ് നിന്റെ പെത്രിൻ സോഴ്സ് അല്ലേ? I can explain. ഞാനിത് റിപ്പോർട്ട് ചെയ്യും. വേണാണ്ടോ, ലൈഫ് സ്പോയിൽ ആണോ? വിട്രാ. ഓട്ടിടോ, നീ ഒരു ഡോക്ടർ അല്ല. ഞാൻ കാലിൽ കൊടുത്ത. Selvaraj, you're a PG anesthesia student. More than that, you're a doctor. How can you justify yourself? I'm dismissing you from this college. എന്നാലും ഡിസ്മിസലൊന്നും കൊടുക്കണ്ടായിരുന്നു. അതെ, അവൻ ഈ കഴിഞ്ഞ തവണ അനസ്തേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്ത പല പേഷ്യൻസും സർജറി തരുമ്പോൾ എണീറ്റ് പോലും. ഇതൊക്കെ വലിയ എത്തിക്കൽ വയലേഷനാണ് സുജ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടാണോ നീ അറിയാൻ? അല്ല, നമ്മൾ ഈ കണ്ട ജംഗികളുടെ ആരും സംസാരിച്ചിരിക്കാനാണോ ഇവിടെ വന്ന്? സോ ദിസ് ഇസ് എ കേസ് ഓഫ് സോളിറ്ററി നോഡ്യൂൾ തൈറോയിഡ്. അടുത്ത OT തന്നെ സർജറി പോസ്റ്റ് ചെയ്യാം. പേടിക്കണ്ട കേട്ടോ, ഞാൻ ഇംഗ്ലീഷിൽ തർപ്പിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ചെറിയൊരു സർജറിയാണ്. അലക്സേ, യു ഷുഡ് അസിസ്റ്റ് ദിസ്. പിന്നെ ഒരാളെ കൂടെ വിളിച്ചോ. സേവി വിളിക്കാം സർ. ഇവരെ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തേക്കൂ. ശരി ഡോക്ടർ. ഞങ്ങൾ തമ്മിൽ ആദ്യമായി കണ്ട നിമിഷം എന്റെയും കൃഷ്ണദാസിന്റെയും ജീവിതങ്ങൾ തമ്മിൽ എന്നേക്കുമായി കെട്ടുപിണങ്ങ ഡെസ്റ്റിനി പോയിന്റ്. ഞാനോ ഇവനോ അപ്പോൾ അത് അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. എന്താണോ ടെൻഷനുണ്ടോ? ചെറുതായിട്ട്. ടെൻഷനൊക്കെ ഇപ്പൊ മാറ്റിത്തരാം. സ്റ്റീഫ, രാജേന്ദ്ര, ഇങ്ങ് വന്നടാ. രാജാ, നമ്മുടെ ഈ കൃഷ്ണദാസ് ഒരു ഉഗ്രൻ ഗായകനാണ് കേട്ടോ. അത് കൊള്ളാലോ. കൃഷ്ണദാസ് ഒരു പാട്ട് പാടിക്ക്, ഞങ്ങളൊക്കെ ഒന്ന് കേക്കട്ടെ. നല്ലൊരു പാട്ട് പാടിയാ നിനക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഒരു സന്തോഷം ഉണ്ടാവും. പാടടോ. പലതിൻ്റെയും അവസാനമായിരുന്നു ആ രാത്രി. കൃഷ്ണദാസ് എന്ന അനുഗ്രഹീത ഗായകന്റെ ശബ്ദം ലോകം അവസാനമായി കേട്ട രാത്രി. സുജയെ ഞാൻ അവസാനമായി കണ്ട രാത്രി. അപ്പൊ ഡോക്ടർ സാറേ, നാളെ മുതൽ ഞാൻ 1 മാസത്തേക്ക് ലീവാണേ. സ്റ്റഡി ലീവും കസിന്റെ കല്യാണമൊക്കെ ആയിട്ട് ഞാൻ ചെറുതായിട്ട് തിരക്കായിരിക്കും. വീട്ടിലേക്ക് വിളിക്കാലോ. എന്റെ പൊന്ന നസ്രാണി ബോയ് ഫ്രണ്ട് അവിവേകം ഒന്നും കാണിക്കരുത്. ഇപ്പം ആരും അറിയണ്ട. ഞാൻ MBBS കഴിഞ്ഞോട്ടെ. എന്തായാലും ഇയാളുടെ പിറന്നാൾ വരാൻ പോലെ അടുത്ത ആഴ്ച. അപ്പൊ ഞാൻ ചാടാൻ നോക്കാം.
രാഘവേട്ടാ ഭക്ഷണം കഴിച്ചോ? ഇരിക്കട്ടെ. സന്തോഷമായി മക്കളെ.